സഹൃദയരെ, കൊച്ചിൻ യൂണിഫൈ യോഗ സ്റ്റുഡിയോയിലെ 7am ബാച്ചിലെ മിന്നും താരങ്ങൾ അവതരിപ്പിക്കുന്ന സ്കിറ്റ് ഡിസ്കോ ഡാൻസർ നിങ്ങളുടെ മുൻപിലേക്ക്. നാട്ടിലെ പ്രശസ്തനായ കോഴിയാണ് കോഴി രാഘവൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വസുമതി, മകൾ മണിക്കുട്ടി. ഇവരുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഡിസ്കോ ഡാൻസറിനെ നമുക്ക് കാണാം. കൂടെ ബംഗാളി വേലക്കാരി ബസന്തി. ആസ്വദിക്കുക, പ്രോത്സാഹിപ്പിക്കുക, കൈയടിക്കുക. എന്താ പറ്റിയേ? ഇതാണ് ഇംഗ്ലീഷ് ഡാൻസ് ട്വിസ്റ്റ്. ഇത് ഇംഗ്ലീഷ് ഒന്നും അല്ല, തനി നാടൻ വെളിച്ചപ്പാട് തുള്ളൽ എന്നതിന് പേര്. കിടന്ന് ചാടിയിട്ട് പിത്തമുഴ ഇളയാൽ പിന്നെ എനിക്കാ ജോലി. ഒരു കുഴപ്പമില്ല, നല്ല എക്സസൈസും കൂടിയാണ്. യു വിൽ ബിക്കം വെരി സ്ലിം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ എങ്ങനെ നിൽക്കരുതെന്ന്? നിങ്ങളുടെ മാനേജർമാരൊക്കെ ഇവിടെ വരുന്ന കണ്ടിട്ടില്ലേ? നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട്. അവര് നിൽക്കുമ്പോ നാളല്ലേ നിങ്ങൾക്ക് മുതലാളി എന്നും പറഞ്ഞ് തുണിയില്ലാതെ നിൽക്കാൻ? അത്യാവശ്യത്തിനുള്ള വസ്ത്രമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് മതി. പോരാ, വയറ് കണ്ടില്ലേ കേറി വരുന്നത്? ദിവസവും മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്കിന് പോണം. വേണമെങ്കിൽ ഗമയ്ക്ക് ഒരു പട്ടിയും കൂടെ ആവാം. ഓ, താൻ കൂടെ പോന്നോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റി മതിപ്പില്ല. ശങ്കരമംഗലത്തെ രേവതിയമ്മ എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നു കണ്ടോളൂ. ഓഹോ, കണ്ടോട് തന്നെ ഇരിക്കണത്. പക്ഷേ ഇത് എവിടെ വെച്ചാൽ എത്തും എന്നാണ് നിശ്ചയില്ലാത്തത്. വസുമതി, നമ്മുടെ മകൾ എവിടെ പോയി? നമ്മുടെ മകളോ? ഓ, അവൾ ക്ഷേത്രത്തിൽ പോയി. നേരം ഒരുപാടായല്ലോ. അതെ, പിന്നൊരു കാര്യം, ഇന്നിവിടെ പുതിയൊരു ജോലിക്കാരി വരുന്നുണ്ട്. കഴിഞ്ഞ തവണ വന്ന ജോലിക്കാരി നിങ്ങളുടെ ശൃംഗാരം കാരണം ഓടിപ്പോയി. നിങ്ങളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് ഒരുത്തിയെയും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ യോഗ ക്ലാസ്സിൽ വരുന്ന അൽഫോൻസിയോട് പറഞ്ഞിട്ട ഒരു ബംഗാളി വേലക്കാരിയെങ്കിലും സെറ്റാക്കിയത്. അതിന് അവര് ക്ലാസ്സിൽ വരുന്നില്ലെന്നല്ലേ നീ പറഞ്ഞത്? ആ, ഇപ്പൊ വരുന്നുണ്ട്. മെയ്ഡ് വരുന്നു എന്നാ പറഞ്ഞത്. പ്രദീപ് സാറിന്റെ വൈഫ് ലേഖാമാമാണ് ഇപ്പൊ വരാത്തത്. അതെന്താ, മെയ്ഡ് വരുന്നില്ലേ? മെയ്ഡ് വരുന്നുണ്ട്, അതാ. കൊച്ചമ്മേ, ഞാൻ അൽഫോൻസമ്മ പറഞ്ഞിട്ട് ജോലിക്ക് വന്നതാണ്. എന്താടി നിന്റെ പേര്? ബസന്തി. നിനക്ക് വല്ല ജോലി അറിയാമോ? ഞാൻ എല്ലാ ജോലിയും ചെയ്യും ചേച്ചി. ഇതാരാ? മോനാണാ? ഈ കിളവനാണോടി എന്റെ മോൻ? പോയടി, അകത്ത് പോയി നിന്റെ തുണിയൊക്കെ വെച്ചിട്ട് വാ. കുറെ പണിയുള്ളതാ. മനുഷ്യ, നിങ്ങളുടെ ഈ ഒലിപ്പിക്കലും കാണിച്ച് അവളുടെ പുറകെ പോയാൽ എന്റെ സ്വഭാവം മാറും. വെറുതെ അല്ല നാട്ടുകാര് കോഴി രാഘവൻ എന്ന് വിളിക്കുന്നത്. അമ്മേ, അച്ഛാ, ദേ നമ്മളുടെ മകൾ വന്നല്ലോ. മോളെ മണിക്കുട്ടി, എന്താ മോളെ എത്ര വൈകിയത്? അച്ഛാ, അമ്മേ, അതൊരു വഴിപാടുണ്ടായിരുന്നു, അതാ വൈകിയത്. പിന്നില്ലേ, അച്ഛനെ പൂക്കാരി സർല ചേച്ചി അന്വേഷിച്ചല്ലോ. എന്തിനാ അച്ഛാ? മോളെ, നീ എന്തെങ്കിലും കഴിക്കൂ, ക്ഷീണിച്ചു വരുവാ. മോളെ, താണപാടത്ത് നിന്നൊരു ആലോചന നിനക്ക് വന്നിട്ടുണ്ട്. അമ്മേ, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? എനിക്കൊരാളെ ഇഷ്ടമാണ്.
ഞാൻ അയാളെ മാത്രമേ കല്യാണം കഴിക്കൂ. മോളെ സാരമില്ല, അച്ഛന്റെ പൊന്നുമോൾക്ക് ആരെയാ ഇഷ്ടം? എന്റെ കോളേജിലെ സീനിയർ ആയിരുന്ന ബാബു ഏട്ടൻ. അദ്ദേഹം ഇപ്പോൾ ചാനലിലെ ഡിസ്കോ ഡാൻസർ ആണ്. അദ്ദേഹത്തിനും എന്നെ വലിയ ഇഷ്ടമാ. ഇന്ന് അദ്ദേഹം അച്ഛനെയും അമ്മയെയും കണ്ട് സമ്മതം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അച്ഛാ. വസു, നീ ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ നമ്മുടെ പുതിയ വേലക്കാരിയോട് ഇവിടെയൊക്കെ ഒന്ന് പെട്ടെന്ന് അടിച്ചുവാരി തുളയ്ക്കാൻ പറ. ബസന്തി, എന്താ കൊച്ചമ്മേ? നീ പെട്ടെന്ന് ഇവിടെ തുടച്ചു വൃത്തിയാക്ക്. ഇന്ന് നമ്മുടെ മണിക്കുട്ടിയെ കാണാൻ ഡിസ്കോ ഡാൻസർ ബാവുമോൻ വരുന്നുണ്ട്. ശരി കൊച്ചമ്മേ. വാ മോളെ, നമുക്ക് ബാബുമോന് കൊടുക്കാൻ വല്ല മിക്സ്ചറോ മുറുക്കോ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. ആ ശരി അമ്മേ. വിലാസിനി, വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്താ മോളെ, പിണക്കാണോ? മിണ്ടണ്ട. മുതലാളി പറഞ്ഞിട്ടല്ലേ ഞാനൊരു ബംഗാളിയെ പോലെ ഈ വീട്ടില് വേലക്കാരിയായി വേഷം കെട്ടി വന്നത്. ഇവിടെയാണെങ്കിൽ ആ മുടിഞ്ഞ പണ്ടാരത്തള്ളയെ കൊണ്ട് ഞാൻ തോറ്റു. ഓരോ പണിയും ചെയ്യിപ്പിച്ച് എന്റെ നടുവും പോയി മുതുവും പോയി. ഒരു കുപ്പിയിൽ ഇറങ്ങി വന്ന ഭൂതാന്ന തള്ളയുടെ വിചാരം. പിണങ്ങല്ലേ മുത്തേ, ഞാൻ സഹായിക്കാം. വേണ്ട വിലാസിനി, വേണ്ട വിലാസിനി, വേണ്ട വിലാസിനി, വേണ്ട. മണിക്കുട്ടി, ഹായ്, എന്റെ ബാബു ഏട്ടൻ എത്തി. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. അതില്ലേ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു മണിക്കുട്ടി. ഞാൻ കുറേ നേരം ഇങ്ങനെ മണിക്കുട്ടിയെ കാണാനായിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈകിപ്പോയതാണ്. അമ്മച്ചി പറഞ്ഞ് എൻ്റെ അടുത്ത്, എടാ ഇത്തിരി നേരത്തെ പോടാന്ന് പറഞ്ഞ്. മണിക്കുട്ടി അച്ഛനും അമ്മയും വിളിക്കോ, എന്നിട്ട് ഞാൻ സമ്മതം ചോദിക്കാലോ. ഇതാണ് അച്ഛൻ. അച്ഛനെന്താണെങ്കിലും പൊക്കിളൊക്കെ കാണിച്ച് നിൽക്കുന്നത്. അയ്യേ, ഞാൻ അമ്മച്ചിയോട് പറയാട്ടാ മണിക്കുട്ടി. പിന്നില്ലേ അമ്മച്ചി പറഞ്ഞേ, ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തിനൊക്കെ ഇല്ലേ ഞങ്ങൾക്കൊക്കെ ഒരു ആചാരമുണ്ട്. എന്താണെന്ന് വെച്ചാലേ, എൻ്റെ അപ്പൂപ്പനായാലും അപ്പനായാലും ശരി, ഞങ്ങൾ കല്യാണത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങളൊരു നിക്കർ ഇട്ടിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. പിന്നെ ഒരു നെക്ലസ് ഉണ്ട്, അത് ഞങ്ങൾ പെണ്ണിന് കൊടുക്കും. അപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞു, പാരമ്പര്യമായിട്ട് വന്നതല്ലേ, അത് നീയും തെറ്റിക്കരുത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മച്ചി പറയണ പോലെ കേൾക്കണം. ഇതാണ് ആ നിക്കർ, കണ്ടില്ലേ മണിക്കുട്ടി? അച്ഛാ അമ്മേ നോക്കിയേ, നെക്ലസ് നല്ല രസമല്ലേ?
മനസ്സിൽ കിളിമകളെ പഴമുതിരും ചോലകളിൽ പാടാൻ കഥ പറയാൻ പാടാൻ വാ, കഥ പറയാൻ വാ. മണിക്കുട്ടി, എന്റെ നിക്കറ് കാണാനല്ല മണിക്കുട്ടി. അയ്യോ മണിക്കുട്ടി, എന്റെ നിക്കർ എവിടെ പോയി? എന്റെ നിക്കറും നെക്ലസും ഇനി അമ്മച്ചി ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? മണിക്കുട്ടി, അത് കാണാനില്ലല്ലോ. ലോകസുന്ദരം ത്രിലോകസുന്ദരം ലോകസുന്ദരം വരാഞ്ഞാലേ ചേട്ടാ, ആരും കൊതിച്ചു പോകും.